നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്തെ നടുക്കിക്കൊണ്ടുള്ള ഏറ്റവും അതിപ്രധാനമായ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജമ്മു കാശ്മീരിൽ ഭൂചലനം, ദില്ലിയിലും പ്രകമ്പനം രൂപപ്പെട്ടു. അഫ്ഗാനിസ്ഥാനാണ് ഈ ഒരു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് വിവരം. റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. ഡൽഹിയിലും ദേശീയ തലസ്ഥാന മേഖലയിലും വ്യാഴാഴ്ച ഉച്ചയോടെയാണ്, അതായത് ഇന്ന് ഉച്ചയോടെയാണ് ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയെന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. 220 കിലോമീറ്റർ ആഴത്തിലാണ് ഈ ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയാണ് ഈ ഒരു ഭൂചലനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. US ജിയോളജിക്കൽ സർവേയുടെ കണക്കനുസരിച്ച് ഭൂചലനം അഫ്ഗാനിസ്ഥാനിലെ ജുർമിൽ നിന്ന് 206.6 കിലോമീറ്റർ 44 കിലോമീറ്റർ ആഴത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:50 അനുഭവപ്പെടുകയുണ്ടായി. അത് മറ്റൊരു ഭൂചലനമാണ്. നവംബർ മാസത്തിലും ദില്ലിയിൽ ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടായിട്ടുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. റിക്ടർ സ്കെയിലിൽ 5.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമായിരുന്നു അന്നുണ്ടായത്. പലയിടങ്ങളിലും ശക്തമായ ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. രാത്രിയായതിനാൽ ജനം പേടിച്ച് പുറത്തേക്കിറങ്ങി. നേപ്പാളായിരുന്നു ഇതിന്റെ പ്രഭവ കേന്ദ്രം. 6.4 തീവ്രതയുള്ള ഭൂചലനമായിരുന്നു അന്ന് നേപ്പാളിലുണ്ടായത്. അതേസമയം UAEയിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു നേരിയ ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 2.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായെന്ന് നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി അറിയിച്ചിരുന്നു. 9-ാം തീയതി രാത്രിയായിരുന്നു ഭൂചലനം ഉണ്ടായത്. മസാഫി ഏരിയയിൽ രാത്രി 11:01 ഭൂചലനം ഉണ്ടായതെന്ന് NCM X പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചിരുന്നു. നേരിയ ഭൂചലനമായിരുന്നു ഉണ്ടായത്. താമസക്കാർക്ക് പ്രകമ്പനം അനുഭവപ്പെട്ടു, എന്നാൽ പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് NCM പറഞ്ഞു. കഴിഞ്ഞ ഒക്ടോബറിലും UAEയിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ ഭൂചലനത്തിൽ രാജ്യത്തിനകത്ത് കാര്യമായ പ്രത്യാഘാതങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അന്ന് റിപ്പോർട്ട് ചെയ്തത്. ഫുജൈറയിലെ ദിബ്ബ മേഖലയിലായിരുന്നു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി അറിയിച്ചിരുന്നു. നിരവധി താമസക്കാർ നേരിയ പ്രകമ്പനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തു. അൽ ബദിയ ഏരിയയിൽ പ്രകമ്പനമുണ്ടായി. നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ഇത്തരത്തിൽ വലിയ പ്രകമ്പനം ഉണ്ടായ വിവരം പങ്കുവച്ചു. ഭൂനിരപ്പിൽ നിന്നും 5 കിലോമീറ്റർ ആഴത്തിലായിരുന്നു പ്രഭവ കേന്ദ്രം. ഭൂചലനം അനുഭവപ്പെട്ടതായി ദിബ്ബ മേഖലയിലെ നിരവധി താമസക്കാർ പറഞ്ഞു. അതേസമയം ആശങ്കപ്പെടേണ്ടതില്ലെന്നും ശക്തി കുറഞ്ഞ ഭൂചലനമാണ് ഉണ്ടായതെന്നും വിദഗ്ധർ വ്യക്തമാക്കിയതാണ്. പല താമസക്കാർക്കും ചെറിയ ഭൂചലനം അനുഭവപ്പെട്ടെങ്കിലും രാജ്യത്തിനകത്ത് കാര്യമായ പ്രത്യാഘാതങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഭൂചലനമായിരുന്നു UAEയിൽ റിപ്പോർട്ട് ചെയ്തത്. അതുമാത്രമല്ല, ഇപ്പോൾ ഇതാ 9-ാം തീയതിയായിരുന്നു UAEയിൽ ആ ചെറിയ ഭൂചലനം ഉണ്ടായത്. ഇപ്പോൾ നമ്മുടെ ജമ്മു കാശ്മീരിലും ഭൂചലനം ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല ഡൽഹിയിലും ഇതുണ്ടായിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.